ഇപ്പോഴും നമ്മൾ ചില രീതികൾ ശൈലികൾ ജീവിതത്തിൽ മാറ്റാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു അമ്പലമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറുപ്പം തൊട്ട് വർഷങ്ങളായി ഈ പോകുന്ന വഴിക്ക് ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെ നോക്കി പ്രാർത്ഥിക്കും നടന്നു. പക്ഷെ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. അത് എന്ത് ചെയ്യാൻ പറ്റുമോ? അത് അടിയന്തരമായി മാറ്റേണ്ട ഒരു കാര്യമല്ല. നമ്മളൊരു കുട്ടിക്കാലം തൊട്ട് നമ്മളെ പഠിച്ചു വരുന്ന ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെ ആചാരം നമ്മൾ പറയുന്നത്. എത്ര ശ്രമിച്ചാലും നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പം നമ്മളെത്ര എത്തി അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസം വിട്ടെന്ന് പറയാനും പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് നല്ല കൈ ഇരിക്കുന്ന അറിയാതെ അത് നമ്മൾ കുട്ടികളായിട്ട് വളരുന്ന സമയത്ത് അമ്മയും അച്ഛനും നമ്മളെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളാണ്. അപ്പോൾ കുട്ടികളായിരിക്കുന്നവർ മറ്റുള്ളവരെ ആശ്രയിച്ചേ വളരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആശ്രിതത്വ ബോധത്തോടെ വളരുന്നവരായിരിക്കും കുട്ടികളല്ല. അപ്പോൾ നമുക്കൊരു ധൈര്യം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ധൈര്യം തരുന്നതിന് ഒരു ആശ്രിതത്വമുള്ള സ്ഥലങ്ങളിൽ പോയിട്ടായിരിക്കും നമ്മൾ. അതിനെയാണ് നമ്മൾ പണ്ട് കാലത്ത് അഭയം എന്നൊക്കെ പറയുന്നത്, ഒരു അഭയസ്ഥാനം എന്നൊക്കെ പറയുന്നത്. അപ്പം അച്ഛനോ അമ്മയോ അല്ലെന്നുണ്ടെങ്കിൽ മുതിർന്നവർ എന്നുള്ള വാക്കാണ് ശരിക്കും അതിനകത്ത് വരേണ്ടത്. പിന്നെ പ്രായം കൊണ്ട് പലതരത്തിലുള്ള അനുഭവങ്ങളുള്ള മനുഷ്യരായതുകൊണ്ട് കുട്ടികളെ വളർത്തുന്നത് അവരായത് കാരണം കൊണ്ട് അവർക്ക് കുട്ടികളെക്കാളും കൂടുതൽ എന്തായാലും അറിവുണ്ട്. അപ്പോൾ ആ അറിവുള്ളവരെ ആശ്രയിച്ചിട്ട് വളരുന്നത് കൊണ്ട് ആശ്രിതത്വ മനോഭാവത്തോടെ മാത്രമേ നമ്മളുണ്ടാകത്തുള്ളൂ. അപ്പം ആ അമ്മയ്ക്കും അച്ഛനും അവർ വളർന്നു കഴിയുമ്പോഴും ഇത് ഇങ്ങനെ പഠിപ്പിച്ച് വളർന്നതുകൊണ്ട് ആശ്രിതത്വ ബോധത്തോടെ വളരുന്നതുകൊണ്ട് പിന്നെ ആശ്രയത്തിന് വേണ്ടി ആരെങ്കിലും വേണം എന്ന് അവർക്കും ഇതേ പ്രശ്നമുണ്ട്. അപ്പോഴാണ് നാട്ടിൽ അറിയപ്പെടുന്ന അറിവുള്ള ആൾ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന പലപ്പോഴും പണ്ട് കാലത്താണെങ്കിൽ ഗുരുക്കന്മാർ എന്നറിയപ്പെടുന്നവരായിരിക്കും. അപ്പോൾ നമ്മളെ അക്ഷരം പഠിപ്പിച്ചവർ തൊട്ട് ഒരു വിഷയത്തിനകത്ത് ആ വിഷയങ്ങൾ അറിയുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ നമ്മളെക്കാളും അറിയുന്നവരുടെ ഗൈഡൻസിലാണ് നമ്മളെപ്പോഴും. അപ്പോൾ ഒരു സംഘത്തിനകത്ത് കൂട്ടത്തിൽ പ്രായമായവർക്ക് കൂടുതൽ അനുഭവജ്ഞാനം ഉള്ളതുകൊണ്ട് അവരെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരോട് ചോദിക്കാം, അവരോട് അറിയാം. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ ലോകം ഒക്കെ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു അമ്മയും അച്ഛനും ഉള്ളതുപോലെ നാട്ടിലൊരു ഗുരു ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നേതാവ് ഉണ്ടായിരിക്കുന്ന ആളിനെ അറിയുന്നത് പോലെ ഈ ലോകമൊക്കെ ഉണ്ടാക്കിയ ഒരാളുണ്ടെന്ന് നമ്മുടെ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ അമ്പലവും പള്ളിയും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് അവരുടെ ഒരു ആശീർവാദത്തോടെ അവരുടെ ഒരു അനുവാദത്തോടെ നമ്മൾ ജീവിക്കുകയാണെന്ന് തോന്നുമ്പോൾ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഈ ആളിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ കാര്യം നേരെ നടക്കുമെന്ന് നമ്മൾ ഈ വീട്ടിലെക്കാരോട് ചോദിക്കുന്ന അതേ ഭാവത്തിലാണ് ഈ ആശ്രിതത്വം ഉണ്ടായത്. അപ്പോൾ അത് ബിൽറ്റ് ചെയ്ത് അത് ആളുകൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് വഴിയാണ്. വേറെ ലോകത്ത് മറ്റൊരു ജീവിയും അത് ചെയ്യുന്നുണ്ടാകത്തില്ലെന്ന് നമ്മൾ അറിയണം. എല്ലാവരെയും മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒരു ലോകമുണ്ട്. അങ്ങനെയല്ലാതെ നമുക്ക് ലോകത്തിനെ മനസ്സിലാക്കാനൊക്കത്തില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന അത് വാഴയാണെന്ന് പറയും, അതിനടുത്ത് നിൽക്കുന്ന കമുകാണ്, അത് തെങ്ങാണ്. പക്ഷേ ഈ തെങ്ങിനറിയാമോ അത് തെങ്ങാണെന്ന്? ഇല്ല, ഇത് മനുഷ്യർക്ക് അറിയാം. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ് ഈ ഓരോ ചെടിക്കും പേരിട്ടത് മനുഷ്യരാണ്. അപ്പം മനുഷ്യരുടെ സങ്കല്പം കൂടെ ചേർത്ത ഒരു ലോകത്തിനെ പറ്റിയുള്ള അറിവേ നമുക്കുള്ളൂ.